ഓക്കെ, അപ്പൊ പൊതുവെ ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് അവർ നമ്മളിട്ട് ഓടിക്കാറുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ? SC ST വിഭാഗത്തിലുള്ള ആളാണോ? അല്ലെങ്കിൽ EWS വിഭാഗത്തിൽ വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ? എങ്കിൽ നിങ്ങൾക്കായുള്ള വീഡിയോ ആണ്. നമസ്കാരം എല്ലാവർക്കും. എൻട്രിയുടെ SSC RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SSC CGL നോട്ടിഫിക്കേഷൻ ഇങ്ങെത്തി. അപ്പോൾ ഇത്തവണത്തെ CGL നോട്ടിഫിക്കേഷനിൽ ഒട്ടനേകം മാറ്റങ്ങളാണ് നമ്മൾ അപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണെങ്കിലും പരീക്ഷയുടെ ഭാഗമായിട്ടാണെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ശ്യാം ശങ്കർ. നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുണ്ടായി. അപ്പൊ അതിനെ ഒന്ന് സോൾവ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എൻട്രി എത്തിയിട്ടുള്ളത്. ജനറൽ വിഭാഗത്തിൽ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്കിത് OBC നോൺ ക്രിമിലിയർ, അതുപോലെ തന്നെ SC ST, അതുപോലെ തന്നെ റിസർവേഷൻ വരുന്ന EWS എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CGL നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് May 21 ആണ്. അപ്പൊ നമ്മൾ അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് June 22 നമുക്ക് ഇതിന്റെ ഫൈനൽ ഡേറ്റ് എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യാനുള്ള ഫൈനൽ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിടയിൽ നമുക്ക് പേയ്മെന്റ് നടത്താം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സാം ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബറിലായിട്ട് വരുമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ തവണത്തെ ഏകദേശം പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ ഡിസംബർ ജനുവരി ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനറലി നമ്മളുടെ കൈവശം വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഈ ലാസ്റ്റ് ഡേറ്റ് ക്ലോസ് ചെയ്യുന്ന, അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേയുടെ മുൻപായിട്ട് നമ്മുടെ കൈവശം ഉണ്ടാവണം എന്നുള്ളതാണ് എപ്പോഴും ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇത്തവണ നമ്മളുടെ CGL നോട്ടിഫിക്കേഷനിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ നമ്മൾ OBC വിഭാഗത്തിൽ വരുന്ന, നോൺ ക്രിമിലിയർ വിഭാഗത്തിൽ വരുന്ന ആളുകൾ, SC ST വിഭാഗത്തിൽ വരുന്ന ആളുകൾ, അതുപോലെ തന്നെ EWS വരുന്ന ആളുകൾ നോട്ട് ചെയ്യേണ്ട ഒരു ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ടാവണം എന്നുള്ളത് ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് വാങ്ങിക്കണോ അതോ എഴുതിയ റിട്ടേൺ ആയിട്ടുള്ളത് മതിയോ എന്നുള്ള രീതിയിലൊക്കെ പല സംശയങ്ങളും വരാറുണ്ട്. ജനറലി വരുന്ന സെൻട്രൽ ഗവൺമെന്റ് അനുശാസിക്കുന്ന ഒരു ഫോർമാറ്റിൽ തന്നെ മതി, അല്ലാതെ ഒരുപാട് കടുംപിടുത്തമൊന്നും CGL നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുള്ള SSC ഈ കാര്യത്തിൽ പറയുന്നില്ല. അപ്പൊ ജനറലി മനസ്സിലാക്കി വെക്കുക, സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന നോംസ് അംഗീകരിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ആദ്യമേ പറയേണ്ട ഒരു കാര്യം, ഫോർമാറ്റ് ക്ലിയർ ആയിട്ട് ഉറപ്പുവരുത്തുക. നമ്മൾ റിട്ടേൺ ആയിട്ട് നമ്മൾ എഴുതി അതിനുശേഷം തഹസിൽദാരുടെ കൈകൊണ്ട് സൈൻ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണമെന്നില്ല. നമ്മൾ അക്ഷയ ത്രൂ ചെയ്താലും മതി. ഓൺലൈനായിട്ട് അക്ഷയ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് കൈവശം ലഭിക്കും. അപ്പൊ അതായിട്ടാണെങ്കിലും മതി. അപ്പൊ അത് OBC ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, SC ST സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഫോർമാറ്റ് എന്ന് പറയുന്നത് അതിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ അതിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്താണോ പറയുന്നത് അതിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ആരാണ് സൈൻ ചെയ്യേണ്ടെന്നൊരു പ്രോപ്പർ അതോറിറ്റിയുടെ കാര്യത്തിൽ ചോദിക്കുന്നുണ്ട്. SC ST കാര്യത്തിലാണെങ്കിലും EWS ആണെങ്കിലും നമ്മൾ OBC നോൺ ക്രിമിലിയറിന്റെ കാര്യത്തിലാണെങ്കിലും പ്രോപ്പർ അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് വരുന്ന സമയത്ത് തഹസിൽദാർ അല്ലെങ്കിൽ RDO പോലെയുള്ള ഓഫീസേഴ്സ് ആണ് കാര്യമായിട്ടത് സൈൻ ചെയ്യേണ്ടത്. അപ്പൊ ജനറലി താലൂക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തഹസിൽദാർ ത്രൂ ആണ് പ്രോപ്പർ അതോറിറ്റി ആയിട്ട്, സിഗ്നേറ്ററി ആയിട്ട് നമുക്ക് ലഭിക്കുക. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഇവിടെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വില്ലേജ് ഓഫീസറിന്റെ സിഗ്നേച്ചർ വെച്ചുകൊണ്ടുള്ള നമ്മളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ പ്രോപ്പർ അതോറിറ്റി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തഹസിൽദാർ തന്നെയാണ്. തഹസിൽദാറിൽ നിന്നാണ് സൈൻ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അത് വ്യക്തമായിട്ട് കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി ഇതിനൊപ്പം തന്നെ ഇതിന്റെ ഒരു ടൈംലി റിന്യൂവൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് പോലെയുള്ള, EWS സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് ജനറലി 1 ഇയർ ആണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 1 ഇയർ ആണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യത്തിലാണ് വരുന്നത്, അതായത് നമ്മുടെ OBC സർട്ടിഫിക്കറ്റും
NCL OBCയുടെ NCL സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ EWSന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നമുക്ക് 1 ഇയർ ആണ് അതിന്റെ കാര്യം വരുന്നത്. പക്ഷെ നേരെ മറിച്ച് SC/ST വിഭാഗത്തിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ OBC NCL ആണെങ്കിലും EWS ആണെങ്കിലും ജനറലി 1 ഇയർ ആണ് അതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളിത് റിന്യൂ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പ്രോപ്പർ അതോറിറ്റിയുടെ സിഗ്നേച്ചറോട് കൂടി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, കറക്റ്റായിട്ട് റിന്യൂ ചെയ്യണം. 3 എന്ന് പറയുന്നത് എന്താണ്, അത് അവർ കൃത്യമായിട്ട് ആ ഫോർമാറ്റിൽ തന്നെ നമ്മൾ വാങ്ങണം. അപ്പോൾ ജനറലി മനസ്സിലാക്കുക, നമ്മൾ അക്ഷയ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മതി. ഒരു ഹാഫ് ഡേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ എപ്പോഴാണ് ഡേറ്റ് എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ്, അത് നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതിലേക്ക് കൃത്യമായിട്ട് വരാം. ഇനി നമ്മൾ OBCയുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് അതിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യമേ പറയേണ്ടത് OBC വിഭാഗത്തിൽ വരുന്ന ആളുകളാണെങ്കിലും ക്രീമിലിയർ ആണ് വരുന്നതെങ്കിൽ അവർ ജനറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, OBCയിൽ തന്നെ വരുന്ന ക്രീമിലിയർ വരുന്ന ആളുകൾ അവർ ജനറൽ കാറ്റഗറിയിലേക്കായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പം നോൺ ക്രിമിലിയർ ആണ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ അതിന്റെ റിലാക്സേഷൻസ് ആവശ്യപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്രീമിലിയറിൽ വരുന്നില്ല എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് ആ 1 ഇയർ വാലിഡിറ്റിയോടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കൃത്യമായിട്ട്, കാരണം OBCയുടെ കാര്യത്തിൽ ചില ചേഞ്ചസ് വന്നേക്കാം. ഇപ്പൊ നമ്മൾ വരുമാനം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ആനുവൽ ഇൻകം വരുമാനം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, OBC ക്രിമിലിയർ ഇതിലേക്ക് നമ്മൾ ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദീർഘകാലത്തേക്ക് നമ്മൾ ഒരിക്കലും ഇഷ്യൂ ചെയ്യാറില്ല. തഹസിൽദാർ പോലെയുള്ള ആളുകൾ ഇഷ്യൂ ചെയ്യാറില്ല. അപ്പോഴും 1 ഇയർ വാലിഡിറ്റിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ നോൺ ക്രിമിലിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന 8 ലക്ഷം എന്ന് പറയുന്ന ഫാമിലി ഇൻകം അതിലേക്കാളും ആനുവൽ ഇൻകം കൂടാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അതൊരു 3 വർഷം അടുപ്പിച്ചൊരു 3 വർഷം ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷത്തിനടുത്തായിരിക്കണം, അതിനുള്ളിലായിരിക്കണം. അതൊരു കൃത്യമായിട്ട് കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ OBCയുടെ കാര്യത്തിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് ആനുവൽ ഇൻകം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന OBC നോൺ ക്രിമിലിയർ വിഭാഗത്തിൽ വരുന്ന ആളുകളാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. അതാണ് അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ SC/ST സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ അവർ വൺസ് അത് SC/ST സർട്ടിഫിക്കറ്റ് ആണെന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം പിന്നെ അവിടെ മാറുന്നില്ല. പക്ഷെ OBCയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവിടെ നോൺ ക്രിമിലിയർ ആണ് എങ്കിൽ ചിലപ്പോൾ ആനുവൽ ഇൻകം കയറി പോകുന്നത് കൊണ്ട് 1 ഇയറിലേക്ക് ഇഷ്യൂ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് എടുത്തു വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് അതാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമ്മൾ വരുന്ന ഒരു കാര്യം, സെൻട്രൽ സർട്ടിഫിക്കറ്റ് വേണോ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ള ഒരു കാര്യം വരാറുണ്ട്. സാധാരണ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഒരു സംശയം വരാറുണ്ട്. എപ്പോഴും ഓർത്തു വയ്ക്കുക, സെൻട്രൽ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോക്കുന്ന സമയത്ത് സെൻട്രൽ ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ OBC വിഭാഗത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ ഇപ്പൊ ഈഴവൻ എന്ന് പറയുന്ന കാസ്റ്റ് ആണെങ്കിലോ മുസ്ലിം വിഭാഗത്തിൽ മാപ്പിള എന്ന് പറഞ്ഞ അതൊക്കെ ഈ പറയുന്ന OBCയിൽ വരുന്നതാണ്. അപ്പൊ ഇവര് ഈ പറയുന്ന OBC വിഭാഗത്തിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ വരുന്ന OBC ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവും എന്നുള്ളത് ആദ്യമേ ഉറപ്പുവരുത്തണം. അപ്പൊ സെൻട്രൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഓക്കെ, നമ്മളുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത്, നമ്മളുടെ കാസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ലിസ്റ്റിൽ OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ആദ്യമേ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ അങ്ങനെ അത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള, എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് കൈവശം വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കേ പറ്റുള്ളൂ. നമ്മൾ സെൻട്രൽ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് അവിടെ ഇൻവാലിഡ് ആണ്. സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് അവിടെ ഇൻവാലിഡ് ആണ്. നമ്മൾക്ക് ഈ പറയുന്ന ഒറിജിനൽ NCL അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ വലിയ രീതിയിലുള്ള നമ്മുടെ കാൻഡിഡേച്ചറിന്റെ ക്യാൻസലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അത് പോയേക്കാം. ഓക്കെ, അപ്പൊ പൊതുവെ ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് അവർ നമ്മളിട്ട് ഓടിക്കാറുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ സെൻട്രൽ സർട്ടിഫിക്കറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹാജരാക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട്
കൊടുക്കുക. ഫുൾ നെയിം ഉണ്ടെങ്കിൽ ഫുൾ നെയിം കൊടുക്കുക. ഇനീഷ്യൽ എവിടെയാണോ എന്നുള്ള രീതിയിൽ അത് ഒരേ സർട്ടിഫിക്കറ്റ്. ഇപ്പം നമ്മൾ ആധാറിന്റെ പേരിൽ നമ്മൾ ആധാറിന്റെ പേരിലും SLCയുടെ സർട്ടിഫിക്കറ്റിലും ജാതി സർട്ടിഫിക്കറ്റിലും ഒക്കെ ഒരേ പേരാണെങ്കിൽ നല്ലത്. ഇനീഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ പോലും നമ്മൾ രണ്ടും ഒരാളാണ് എന്ന രീതിയിൽ പ്രൂവ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്പെല്ലിംഗ് എല്ലാം കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ സെൻട്രൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ സ്പെല്ലിംഗ് വെരിഫൈ ചെയ്യേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ കാൻഡിഡേച്ചർ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ ഡീബാർ ചെയ്ത് പോകാനായിട്ട്, റിജക്ട് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ SC/ST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മളുടെ ജോഗ്രഫിക് ഡീറ്റെയിൽസ് ചിലപ്പോൾ ചില ആ ഭാഗത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഒളരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിനകത്ത് വില്ലേജിനകത്ത് വരുന്നു. അവിടെ ഈ പറയുന്ന വില്ലേജിന്റെ ഈ ഭാഗത്തായിട്ട് വരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇന്ന ഫാമിലി അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ SC/ST സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവരുടെ ഈ നമ്മൾ റിജക്ട് ചെയ്ത് പോകാതിരിക്കാനുള്ള രീതിയിൽ അവരുടെ നമ്മളുടെ കറക്റ്റ് ആയിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതും ഇതേപോലെ അത് ഓതറൈസ്ഡ് സിഗ്നേറ്ററി പ്രോപ്പർ അതോറിറ്റിയിൽ നിന്ന് നമ്മൾ സൈൻ ചെയ്യുക. ഓക്കെ, അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞൊരു കാര്യം, OBC കാര്യത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു, ആനുവൽ ഇൻകത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മുടെ കയ്യിൽ RRB NTPCക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മളൊരു ഒക്ടോബർ മാസത്തിലൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കൈവശം ഉണ്ടെങ്കിൽ നല്ലത്. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒക്ടോബർ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ റിന്യൂ ചെയ്താലും മതി, കുഴപ്പമില്ല. പക്ഷേ എന്താണ് ഒരു കാര്യം ഉറപ്പുവരുത്തണം, ആ സമയത്ത് നമ്മുടെ ആനുവൽ ഇൻകം കൂടുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആയാലും മതി. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് നമുക്ക് ഈ പറയുന്ന OBC സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടുന്നില്ല. വൺസ് അതിന്റെ മുമ്പിലുള്ളതുണ്ട് പക്ഷെ പിന്നീട് അതിന് ശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻകത്തിൽ കൂടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആണ്. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ പറയാറുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെയും സിഗ്നേച്ചർ എന്ന് പറയുന്നത് തഹസിൽദാർ തന്നെയാണ്, ഒരു സംശയവും വരുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് നമ്മുടെ മുന്നോക്ക വിഭാഗത്തിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകൾ, സാമ്പത്തിക സംവരണം കൊടുക്കുന്ന, അതായത് ഈ പറയുന്ന EWS എന്ന് പറയുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ആളുകളാണ്. അവരുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഒരു ചെറിയ ചേഞ്ചസ് എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ EWS സർട്ടിഫിക്കറ്റ് എപ്പോഴും ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ വേണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ 2026-27 CGLന്റെ കാര്യത്തിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ EWS സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഒരു കാരണം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻകവും നമ്മുടെ അസറ്റും ഓക്കെ അതിൽ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. അതിലും ഈ പറയുന്ന ഇതുണ്ട്, നമ്മുടെ ആ ഒരു ബ്രാക്കറ്റ് സീരീസ് വരുന്നുണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ ഇൻകം എത്ര, ആനുവൽ ഇൻകം എത്ര വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ആനുവൽ നമ്മൾ പൊസിഷൻ ഇത്ര ഏക്കർ ഭൂമി അല്ലെങ്കിൽ ഇത്ര, അതിൽ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയാത്തത്. ജനറൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി, കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ജനറലി അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമാറ്റിൽ പറയുന്ന ഇൻകമും അസറ്റ് വെരിഫിക്കേഷനും ഉറപ്പുവരുത്തണം. അതിനകത്ത് വരുന്ന ആ ലിമിറ്റിനകത്ത് വരുന്ന ആളുകൾക്ക് മാത്രമേ EWSൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും പുതിയ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് EWSന് ഏറ്റവും വേണ്ടത്. നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ 2026 ഏപ്രിൽ ടു 2027 മാർച്ച് 31 വരെയുള്ള ഒറ്റ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പൊ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കും. ഇനി നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സ്പെല്ലിംഗ് എറേഴ്സ് വരാത്തത് ശ്രദ്ധിക്കാം. നമ്മുടെ പേരിലോ അച്ഛനമ്മയുടെയും പേരിലോ അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റിന്റെ പേരിലോ ഒക്കെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പം തന്നെ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഒരു കാരണമുണ്ടെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാ കാര്യങ്ങളും പക്കയായിട്ടുള്ള ആളുകൾക്ക് തന്നെ ചില സാഹചര്യങ്ങളിൽ അവരിട്ട് ഓടിക്കാറുണ്ട്. ചിലപ്പോൾ ചില ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ആ സമയത്ത് അവരിട്ട് ചിലപ്പോൾ 2 തവണ ഓടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സംശയങ്ങളില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് സ്പെല്ലിംഗ് എറേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ എക്സ്പയർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് എങ്കിൽ അത് വെച്ച് നമ്മൾ കിട്ടുമെന്ന് കരുതിയിരിക്കരുത്. ഓക്കെ, ഇപ്പോൾ 2026 ജൂണിൽ കഴിയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കണ്ട. എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റിന് മുൻപ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ട് എന്ന്
വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിന്യൂ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള OBC NCL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ജൂൺ മാസം 31 വരെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ജൂൺ 31 വരെ ഉണ്ട് നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എങ്കിൽ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. കാരണം എന്താ, ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ജൂൺ 30th 2025 എടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 22nd. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കൈവശമുണ്ട്. ഇനി ആ ജൂൺ 30th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്താൽ മതി, അത് റിന്യൂ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് ഈ 2 സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. അങ്ങനെ തന്നെ പറയാറൊന്നുമില്ല, ഇപ്പോൾ ജനറലി പ്രൊവിഷണൽ ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ലേറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും മതി. അപ്പോൾ എക്സ്പയർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വെച്ചുകൊണ്ടിരിക്കരുത്, പുതിയ സർട്ടിഫിക്കറ്റുകൾ എടുക്കുക. അതിനോടൊപ്പം തന്നെ സ്പെല്ലിംഗ് എറേഴ്സ് നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, ഇനിയാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ക്രൂഷ്യൽ ആണ്. ഞാൻ അവിടെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ജൂൺ 22nd നമുക്ക് ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ അതാത് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇനി ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ കഴിഞ്ഞ തവണ 2025 വരെ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ നിന്നുള്ള ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ 6.4 എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു കാര്യം എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ക്രൂഷ്യൽ ഡേറ്റ്. ഓക്കെ, ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ക്ലെയിം ഓഫ് SC ST OBC PWBD അതുപോലെ തന്നെ ESM സ്റ്റാറ്റസ്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ആ സംഭവത്തിന് എല്ലാം തന്നെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഫൈനൽ ഡേറ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ദി റെസീപ്റ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ആണ് എന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ക്ലോസിംഗ് ഡേറ്റിന് മുൻപുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റിന് മുമ്പ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതൊരു ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. ആ ഡേറ്റിനകത്ത് നമ്മൾ ഈ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ഒരു സാധനം മാത്രം. ഓക്കെ, അതവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പോരാതെ ഇപ്പം നമ്മൾ OBC വിഭാഗത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ കേട്ടോ, സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നുണ്ട്, OBC വിഭാഗത്തിലുള്ള ആളുകളാണ് എങ്കിൽ അവര് ഈ ക്രിമിലിയറിൽ പെടുന്നില്ല എന്നുള്ളത് ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പ് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ഡേറ്റിന് മുൻപ്, അതായത് ജൂൺ 22 മുൻപ് ഉണ്ടാവണം. ഓക്കെ, ഇനി ഇതാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. നമ്മൾ ഇതുവരെ 2022 ഒരു നോർത്ത് ഇന്ത്യനിൽ ഒരു സ്റ്റുഡന്റ്, ഒരു ആസ്പിരന്റിന് അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് മാറിയതിന്റെ പ്രശ്നത്തിൽ എന്താണ് അവരെ റിജക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഫാക്ട് ആണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞൊരു ഫാക്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ദ കമ്മീഷൻ വിൽ നോട്ട് ഇൻസിസ്റ്റ് ഓൺ candidates producing OBC certificate issued within crucial or cut-off date. ഓക്കെ, അതായത് കമ്മീഷൻ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ക്രൂഷ്യൽ ഡേറ്റിന് മുൻപിൽ ഉണ്ടെങ്കിൽ നല്ലത്. ഓക്കെ, അത് ഇല്ല എങ്കിൽ അത് വേണമെന്ന് കമ്മീഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വാശി പിടിക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ വരെ CGL വരെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ചോദിക്കാറുണ്ട്. ഓക്കെ, OBC സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ നമ്പർ പലപ്പോഴും UPSC പോലെയുള്ള എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അത് ചോദിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ ക്രൂഷ്യൽ ഡേറ്റിന് മുൻപിൽ ആ പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്ന് കമ്മീഷൻ എന്ത് ചെയ്യുന്നില്ല, ഇൻസിസ്റ്റ് ചെയ്യണമെന്നില്ല. അത് പ്രൊവിഷണലാണ്. ഓക്കെ, അവർക്ക് ആ അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ പ്രൊവിഷൻ ആ സമയത്ത് വെരിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ആ ദിവസം തന്നെ ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നവർ പറയുന്നുണ്ട്. Okay, the commission will not insist on candidates producing OBC certificate issued within that crucial date or cut-off date. അത് അന്ന് തന്നെ വേണമെന്ന് കമ്മീഷൻ കമ്പൽസറി ആയിട്ട് പറയുന്നൊന്നുമില്ല, പ്രൊവിഷണൽ ആണ്. ഓക്കെ, എന്നുകൂടെ പറയുന്നത്. അപ്പോൾ ഇത്തവണ മാറ്റങ്ങൾ ഈ ഒരു രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ തവണത്തെയും പോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ വേണം എന്ന് പറയുന്നില്ല. മാത്രമല്ല, നമ്മളുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായാൽ മതി, അത് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തണം. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. ആ കട്ട് ഓഫ് ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പ് വേണമെന്ന് വ്യക്തമായിട്ട് പറയുന്നതില്ല. അപ്പൊ കഴിഞ്ഞ തവണ ഇത്തവണയും പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണ്. ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പ് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ വേണം നിർബന്ധം പിടിക്കുന്നൊന്നുമില്ല. അത് പ്രൊവിഷണൽ ആണ് എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ജനറലി പറയുന്ന ഒരു കാര്യം നിങ്ങളോട് ഉദ്യോഗത്തിലോട് പറയുന്നത്, നമ്മൾ ഒരു കാര്യം റിസ്ക് എടുക്കാതെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ജൂൺ 22 മുൻപാകെ, ജൂൺ 22 മുൻപാകെ നിങ്ങൾ അക്ഷയ സെന്ററിൽ ചെന്ന് നിങ്ങളുടെ കൈവശം
ഒരു നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. EW സർട്ടിഫിക്കറ്റ് എന്തായാലും എടുക്കേണ്ടി വരും, കാരണം ഈ പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നല്ലത് ആണ്. ഇനി RRB NTPCയുടെ സമയത്താണ് എടുത്തു വെച്ചതെങ്കിൽ EWSന് അത് മാറ്റം വന്നിട്ടുണ്ട്, കാരണം പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതിയത് എന്തായാലും എടുക്കണം. ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് CHSL-ആണെങ്കിലും MTS-നാണെങ്കിലും നമുക്കത് ഇതേ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാനും പറ്റും. ഇനി നമ്മൾ ഈ OBC നോൺ ക്രിമിലിയർ ആണ് എങ്കിൽ നമുക്ക് വിത്തിൻ 1 ഇയർ എടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ക്രൂഷ്യൽ ഡേറ്റ് തന്നെ വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരു ബെറ്റർ സേഫ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജനറലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാഫ് ഡേ ചിലവാക്കിയാൽ മതി. ഒരു അക്ഷയ ത്രൂവിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് ഒന്ന് അയക്കേണ്ട താമസമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യമില്ല. നമുക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ പുറകിൽ പോകേണ്ട, പിന്നാലെ നമ്മൾ ഡെയിലി അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിലേക്ക് SC/ST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ലൈഫ് ടൈം വാലിഡിറ്റി ആണ്, അതുകൊണ്ട് അതും പേടിക്കാനില്ല. അപ്പോൾ തഹസിൽദാരുടെ കൈവശം നിന്ന് വാങ്ങിക്കുന്ന ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റോ EW സർട്ടിഫിക്കറ്റോ കൈവശം വെക്കുക. അത് ഈ പറയുന്ന ക്രൂഷ്യൽ ഡേറ്റിന് മുൻപ് കിട്ടുമെങ്കിൽ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജൂൺ 22 മുൻപ് നമ്മളുടെ കൈവശം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇപ്പം നമുക്ക് ഭാവിയിൽ ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സാഹചര്യത്തിൽ വേണ്ട എന്നുള്ള റിസ്ക് ഒഴിവാക്കാനാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നെടുത്ത് കൈവയ്ക്കുക. ഓക്കെ, ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളുടെ പുറകെ പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ പഠിത്തത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മറ്റൊരു വശത്താണ്. പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഉദ്യോഗാർത്ഥികൾ, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, തീർച്ചയായിട്ടും നിങ്ങൾ പഠനത്തിൽ നല്ല രീതിയിൽ സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോവുക. പഠനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി എൻട്രി കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള SSC CGL പോലെയുള്ള പോസ്റ്റുകൾക്ക് പഠിക്കുന്ന ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോഴ്സുകൾ എൻട്രിയുടെ ഭാഗത്ത് നമുക്ക് സുലഭമാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും കോൾ ആയിട്ടാണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് ഈ പറയുന്നൊരു വീഡിയോ, ഇങ്ങനെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ഡേറ്റിന് മുൻപിൽ ഒരു സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയൊന്നും തന്നെ പേടിക്കാനില്ല. അപ്പോൾ കൂടുതൽ വീഡിയോസ് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. ഇറ്റ്സ് താങ്ക് യു ഫ്രം ശ്യാം ശങ്കർ.